ഈ കമന്റ്സിന്റെ ഇടയിൽ തന്നെ ഇവന്റെ PR ടീമും എന്റെ PR ടീമും ഉണ്ട്. അമീൻ ടീ, അതിന് ധ്യാൻ കംബാക്ക് ടീ, അതിനിടയിൽ റോണി സൂപ്പർ. നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഫുള്ളാണ്. സൺഡേ അത്യാവശ്യം ഫുൾ ഹൗസ് ഓടി പല സ്ഥലത്തും. നരിവേട്ട കാണാൻ പോയപ്പോഴും അവിടെ നമ്മളെ പടം ഫുള്ളായിരുന്നു. അത് നിനക്കൊന്നൊരു ബുദ്ധിമുട്ടുള്ള പോലെ. നരിവേട്ടയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇടി കിട്ടും. കൊറോണ കംബാക്ക്, ധ്യാൻ കംബാക്ക്. അന്ന് പ്രിവ്യൂ കഴിഞ്ഞിട്ടൊരു ക്ലിപ്പിംഗ് ഇറങ്ങി. പുള്ളി പറഞ്ഞു നീനകത്ത് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇതിനകത്തല്ല കട്ട് ചെയ്ത് കളയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു. എല്ലാരും വിളിച്ചു സത്യം പറയാൻ നിന്റെ കട്ട് ചെയ്ത് കളഞ്ഞു. അവ അങ്ങനത്തെ ഉള്ളവനാ. ആരോടെങ്കിലും നവ്യ നായർ നിങ്ങൾ ആരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ചേട്ടന് ക്രഷുള്ള കുട്ടിയല്ലെന്ന് ചിലപ്പോ ഞാൻ ആലോചിച്ച് വരുമ്പോ ചിലപ്പോ ക്രഷ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും? അതെങ്ങനെയാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണ്ടല്ലോ? അടി വേണോ? കൂടുതൽ മുട്ട കഴിച്ചാൽ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. ഫിലിം കരിയർ, എന്റെ കുടുംബം, ഞാൻ എന്റെ മക്കൾ. ഞാൻ പറഞ്ഞു വെച്ചാല് ഒരു കാര്യമില്ല. അത് വെറുതെ മനുഷ്യനെ അനാഥനാക്കരുത്. പോഷൻ കട്ട് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യുക. ഇതും കൂടിയിട്ട് എന്റെ വീട് തൃപ്പൂണിത്തുറ, എന്റെ വീട് എടപ്പള്ളി. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ധ്യാൻ ചേട്ടന്റെ ഡിക്റ്റേറ്റീവ് വിജിലൻ അങ്ങനെ സക്സസ് സെലിബ്രേഷൻ. വേറെ ആരുടെ സക്സസ് സെലിബ്രേഷൻ ഞങ്ങൾ ഇത്ര ആഘോഷിക്കില്ല, പക്ഷെ ഞങ്ങളുടെ ധ്യാൻ ചേട്ടന്റെ അങ്ങനല്ല, വല്ലപ്പോഴും അല്ലേ ഇത് നമ്മുടെ ആഘോഷിക്കാൻ പറ്റും. കൊല്ലത്തില് ബർത്ത്ഡേ ഒക്കെ പോലെ കൊല്ലം രണ്ടാം. അല്ല ധ്യാൻ ചേട്ടാ, ഈ വർഷം എനിക്ക് തോന്നുന്നു ഭയങ്കര ഐശ്വര്യം. ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ, ഡിക്റ്റേറ്റീവ് വിജിലന്റെ സക്സസ് സെലിബ്രേഷൻ, ഇനി വെച്ചടി നമുക്ക് ഇല്ല സക്സസ് സെലിബ്രേഷൻ. ശക്തമായിട്ട് മുന്നറിയിപ്പ് തന്നിരുന്നു. ഇതൊരു വെറുതെ ഒരു തള്ളലല്ല, ഇത് കര കയറുമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് മുന്നറിയിപ്പ് ഞങ്ങൾ എന്റെ പ്രീ റിലീസ് ഇവന്റിലൊക്കെ തന്നിരുന്നു. ജാഗ്രത പാലിക്കുക, മഴ പെയ്ത് അങ്ങനെയൊക്കെ പറയല്ലോ. ഇല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരാളാണ് ധ്യാൻ ചേട്ടൻ. നീ അതാ കഴിഞ്ഞ തവണ പ്രൊമോഷൻ നിന്നെ കണ്ടില്ല, പ്രാർത്ഥനയിലായിരുന്നു. അതെ, ഞാൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ധ്യാൻ ചേട്ടന് വേണ്ടി. ധ്യാൻ ചേട്ടന്റെ പടം സക്സസ് ആവണേ. അതെ, ഞങ്ങള് അതുകൊണ്ട് ഞാൻ ഇനി മുതൽ സെലക്റ്റീവ് ആവാൻ പോവാണ്. ഇന്റർവ്യൂ കുറയും. അയ്യോ അങ്ങനെയൊക്കെ ഒരിക്കലും. ധ്യാൻ ചേട്ടാ, അങ്ങനെ ഡിക്റ്റേറ്റീവ് വിജിലൻസ് സക്സസ് ആയിരിക്കുകയാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോ നിഹാല് പറഞ്ഞിരുന്നു ഒരു ചെറു പുഞ്ചിരിയോടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരു അതല്ല, കണ്ടു കഴിഞ്ഞ സന്തോഷം. അങ്ങനെ നിഹാൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ മൂവി കണ്ടിട്ടുണ്ട്, ഒരു ചെറു പുഞ്ചിരി. നമ്മുടെ ധ്യാൻ ചേട്ടന്റെ പെർഫോമൻസ് കണ്ട് ഈ പടം നല്ല ഒരു അടിപൊളി പടമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയാ, എൻഗേജിങ് ആയിരുന്നു. നമുക്ക് ഒരു ടൈം പോലും ഇങ്ങനെ ചിന്തിക്കാതെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷം ധ്യാൻ ചേട്ടന്റെ ഈ ഒരു സക്സസില് പങ്കെടുക്കാൻ പറ്റിയില്ലേ. എന്താന്ന് അറിയില്ല, അതെ എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നു. ധ്യാൻ ചേട്ടൻ എന്ത് തോന്നുന്നു? അത് ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ അമീന് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട് പടത്തിന് മുന്നേ. കോണ്ടന്റ് ക്രിയേഷൻ പടം കണ്ടു ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞില്ല, പടം കണ്ടു കഴിയുമ്പോ ഇവന്റെ ഫെയിം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നിയോ ധ്യാൻ ചേട്ടൻ കണ്ടിട്ട്, ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട്? അത് ഇല്ല, ഇനിയിപ്പോ വെച്ചടി ഇതായിരിക്കും. ഇനി അവൻ റീൽ പരിപാടി നിർത്തി സിനിമയിലേക്ക് കംപ്ലീറ്റ്ലി. അല്ലല്ല, വാഴ 3 നായകൻ. അത് ആദ്യം വാഴ 2 ഹിറ്റ് ആവുകയാണെങ്കിൽ, വാഴ 2 ഹിറ്റ് ആണെങ്കിൽ വാഴ 2 ഓക്കെ. ഓ, ഇനി ഇവര് റീൽസ് ഒക്കെ മാറ്റി നിർത്തി സിനിമയിലേക്കുള്ള ഹിറ്റല്ലാത്ത പടങ്ങൾക്ക് ഇപ്പൊ സീക്വൽസ് ഒക്കെ വരുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. അതേത് പടം? നിന്റെ കഴിവ് പോലെ നമ്മളും ചിലപ്പോ ഒരു 2 ഒക്കെ വരില്ലേടാ.
ഡിക്റ്റേറ്റീവ് വിജിലൻ അല്ലേ വരില്ല സിഡല്ലേ ചിലപ്പോ അല്ല സോഫിയ മാം പറഞ്ഞു ഇതൊരു യൂണിവേഴ്സ് ക്രിയേഷൻ ആണല്ലോ. മിന്നൽ മുരളി, ഡിക്റ്റേറ്റീവ് വിജിലൻ, ഇനി ജാംപി അല്ലെ, ജാംപിയിൽ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടോ, അതില് ഡിക്റ്റേറ്റീവ് വിജിലൻ കാണുമോ? അതില് ഇതുവരെ വിളിച്ചിട്ടില്ല. അറിയില്ല, ചോദിച്ചു നോക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട്. എന്ത് തോന്നുന്നത് സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ? അല്ല അത് ഞാൻ ചോദിച്ചില്ലല്ലോ, ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കലായിരുന്നു. അല്ല ഇത് വളരെ ഈ ദിവസം അല്ലെങ്കിൽ ഒരു അടുത്ത ആഴ്ച അത് കഴിഞ്ഞാൽ എനിക്ക് ഇത് സക്സസ് ഇല്ല. ചിലപ്പോ വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സക്സസ് ആണ്. ബാക്കി ഇറങ്ങാനിരിക്കുന്ന സിനിമകളുണ്ട് അപ്പൊ അവരൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞ ഇതൊക്കെ എന്റെ ഒരു ഭാഗമാണല്ലോ. സക്സസും ഈ ഫെയിലിയറും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു മേഖലയാണ് നമുക്ക് ഈ കാലത്ത്. പ്രത്യേകിച്ച് വല്ലപ്പോഴുമാണ് 5 മാസത്തിൽ ഒരു 3-4 സിനിമകളൊക്കെയാണ് നമുക്ക് ഒരു പേരെടുത്ത് ഓടിയ സിനിമകളൊക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിറ്റ് ലിസ്റ്റിൽ നമ്മുടെ സിനിമയും കൂടെ വരുന്നു എന്നറിയുമ്പോ ഒരു നക്ഷത്രത്തിന്റെ കാലാവധി രാത്രി എന്ന് പറയുന്ന പോലെ തന്നെ നാളെ പകലായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര ഒരു ക്രൈസിസ് കൂടിയാ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ തിയേറ്ററിൽ മൂവീസ് സക്സസ്ഫുൾ ആകാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ ഭാഗമാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. നല്ലതായാൽ പോലും സിനിമ നല്ലതാണെങ്കിൽ തന്നെ തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് വലിയൊരു അഭിപ്രായം കിട്ടിയിട്ട് പോലും ആള് വരാതെ പോയ സിനിമകളൊക്കെ ഉണ്ട്. പ്ലസ് നമ്മള് എന്റെ സക്സസ് ആയതുകൊണ്ടാന്ന് അറിയില്ല, പേമാരി, കൊറോണ വരെ തിരിച്ചു വരുന്നു. അതെ, കൊറോണ കംബാക്ക്, ധ്യാൻ കംബാക്ക്. അല്ല മറ്റേ കണ്ടെയ്നർ കടലിൽ മറിഞ്ഞു. കണ്ടെയ്നർ കടലിൽ കടലില് അടിഞ്ഞതൊക്കെ എംറ്റിയാ, ഞങ്ങളല്ലാതെ രാസവളവും അതെ, അങ്ങനെ പലതും. എന്താ പറയാ, നേച്ചർ നമുക്കെതിരെയാ, പ്രകൃതി. പക്ഷെ എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അല്ല അതൊരു സൂപ്പർ ഹ്യൂമൻ പവർ ആയിട്ട് എടുത്താൽ മതി. പ്രകൃതി പോലും നിനക്കെതിരായിട്ട് നീ ജയിച്ചില്ലേ, അതാണ് പോസിറ്റീവ്. കാരണം കഴിഞ്ഞ ദിവസം സൺഡേ മൺഡേ അല്ലെങ്കിൽ വീക്കെൻഡ് ഞായറാഴ്ച തൊട്ട് മഴയുണ്ട്. ഇന്നലെയും അത്യാവശ്യം നല്ല മഴ പെയ്തു. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൈറ്റ് ഷോസ് ഫുള്ളായിരുന്നു, ഷേണൈസ് ഫുള്ള്, നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഫുള്ളാണ്. സൺഡേ അത്യാവശ്യം ഫുൾ ഹൗസ് ഓടി പല സ്ഥലത്തും. നരിവേട്ട കാണാൻ പോയപ്പോഴും അവിടെ നമ്മളെ പടം ഫുള്ളായിരുന്നു. നരിവേട്ട കാണാൻ പോയപ്പോ നമ്മുടെ പടം ഫുള്ളായിരുന്നു. ഞാൻ ഇപ്പുറത്തെ നമ്മൾ ഇന്റർവ്യൂ പടം കഴിഞ്ഞിറങ്ങിയപ്പോ അപ്പുറത്ത് കറക്റ്റ് ടൈമിനാണ് ഷോ കഴിഞ്ഞത്. അപ്പൊ അവിടെ നിന്നും ആൾക്കാർ ഭയങ്കര പാക്ഡ് ആയിട്ട് ഇറങ്ങിയായിരുന്നു. അല്ല അത് നിനക്കൊന്നൊരു ബുദ്ധിമുട്ടുള്ള പോലെ. നരിവേട്ട കാണാൻ പോയപ്പോഴും അപ്പുറത്ത് വേണോ? ഞാനത് പോസിറ്റീവ് ആയിട്ട് നമ്മുടെ നരിവേട്ടയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇടി കിട്ടും. അല്ല ഞാനല്ല അടിക്കുക, ഞാൻ അടിക്കില്ല, വേറെ ആളെ വെച്ചടിപ്പിക്കും. ഒന്നുമില്ല. നരിവേട്ട കണ്ടോ? അമീനോട് ചോദിക്കാം. ഇവന് അടി ഉറപ്പാണ്. വെറുതെ ഇരുന്ന് അങ്ങ് ചുമ്മാ അങ്ങ് നരിവേട്ട കണ്ടോ? എന്താ അഭിപ്രായം നരിവേട്ട? നല്ല രീതിയിൽ നരിവേട്ട നല്ല സിനിമകൾ എല്ലാം ഓടുക എന്നുള്ളത് നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ്ലി എന്താ ഈ ഇൻഡസ്ട്രി നിലനിന്ന് പോകണമെങ്കിൽ സിനിമ എല്ലാ സിനിമകളും വിജയിക്കണം. ഡെഫിനറ്റ്ലി അല്ലേ? ഓക്കെ, ധ്യാൻ ചേട്ടൻ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളൊക്കെ അധികം സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണോ ധ്യാൻ ചേട്ടൻ? കാരണം ഞാൻ അങ്ങനെ പരാജയങ്ങൾ നമ്മള് ഇത്ര ഇന്റർവ്യൂ എടുത്തു. അപ്പോ അതില് എന്റെ പ്രീവിയസ് പടം പൊട്ടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്റർവ്യൂ എടുത്തത്. അപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലേ, വന്നിരിക്കുമ്പോഴും ആഘോഷമായിരുന്നില്ലേ. പലപ്പോഴും വേറെ കാര്യമുണ്ട്, പലപ്പോഴും വെള്ളിയാഴ്ച ഇറങ്ങുന്ന പുള്ളി അറിയുന്നില്ല. ശരിയാ ശരിയാ. ഇന്റർവ്യൂസിന് ധ്യാൻ ചേട്ടൻ വേണോ? ഇവരില്ലേ ബിഫോർ ഇന്റർവ്യൂല് ഇവർ രണ്ടുപേരും ഭയങ്കര സൈലന്റ് ആയിരുന്നല്ലോ. സിജു ചേട്ടനും റോണി ചേട്ടനും ഭയങ്കര പക്വതയായിട്ടായിരുന്നു സംസാരിച്ചത്. ഇവര് പറഞ്ഞു വരുമ്പോ ഇത് എന്റെ സക്സസ് മാത്രമല്ല, വല്ലപ്പോഴും ഹിറ്റ് കിട്ടുന്ന. ഇത് പറഞ്ഞു വരുമ്പോ ഇവരൊക്കെ ആഴ്ച ഹിറ്റ്സ് മാത്രം ചെയ്യുന്ന ആള്, ഞാൻ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരാളും വല്ലപ്പോഴും സിനിമ ഞാൻ ഇയർലി ഹിറ്റിന്റെ ആളാണ്. കഴിഞ്ഞ വർഷം ഗുമസ്തൻ ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റ പടം ഇറങ്ങിയുള്ളൂ കഴിഞ്ഞ വർഷം ഹിറ്റ് ഗുമസ്തൻ. അതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡ്.
അങ്ങനെയാണെന്ന് മിസ്റ്റർ ധ്യാൻ ചേട്ടാ വർഷത്തിനിടയ്ക്ക് വരേണ്ടത് എന്താ അല്ല ധ്യാൻ ചേട്ടൻ ചെയ്ത സെലക്ട് ചെയ്ത് അതല്ല ധ്യാൻ ചേട്ടാ ഒരു വർഷം ചെയ്യണ സിനിമയുടെ കണക്ക് എടുത്തു കൊടുക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള നടനായിരിക്കും. തള്ളു. അല്ല അമ്മയും പറഞ്ഞില്ലേ ഈ പടം ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പടം, ഈ പടം ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ധ്യാൻ ചേട്ടന്റെ പടം. ഇപ്പൊ ആരുടെ പടം ധ്യാൻ ചേട്ടൻ പടം? അവന്റെ പടം. അവരൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ സെറ്റിൽ. നമുക്കൊരു എനർജി എന്ന് പറയുന്നത് കാരണം നമ്മളെ സെറ്റിൽ നോക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി നമ്മുടെ കില്ലർ വെറുതെ ഇരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടോ. ചിറ്റികയായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, സംസാരിക്കാൻ പറ്റത്തില്ല. എന്താ കില്ലറിന് എന്താ സംസാരിക്കാൻ പറ്റാത്ത? കൊല്ലാനേ പറ്റുള്ളൂ. താല്പര്യമുണ്ടോ? വേണ്ട, വയലൻസ് ആണ്. വയലൻസ് ആണ്. ധ്യാൻ ചേട്ടൻ ഈ പടത്തില് മറ്റേ കോട്ടയം നസറിക്കാണല്ലോ ഫാദർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ധ്യാൻ ചേട്ടന്റെ എല്ലാ മണ്ടത്തരത്തിനും കൂട്ട് നിൽക്കുന്ന ഒരു അച്ഛനായിട്ടാണ്, അല്ല കട്ടയ്ക്ക് ഒരു ഫ്രണ്ടിനെ പോലെയാണ്. അങ്ങനെ ഒരു അച്ഛനാണോ എനിക്ക് ജീവിതത്തിലുള്ള അച്ഛനാണോ? അല്ല, അങ്ങനെ കട്ടയ്ക്ക് എല്ലാ മണ്ടത്തരത്തിനും കൂട്ട് നിന്നിട്ടുണ്ടോ ശ്രീനിവാസൻ സാറ്? അതുകൊണ്ടല്ലേ കുറച്ചുകൂടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത്. അത് കൂടുതൽ എന്തിനു വേണോ? ഇത്ര ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ലേ ഏകനായിരുന്നു കുറെ നാളെന്ന്. കൂടുതൽ ചോദിക്കണോ? സത്യം. പുറത്തായിരുന്നല്ലേ? പുറത്ത് വെച്ച സ്പെയിനിലല്ല കേട്ടോ, ചെന്നൈ. വീടിന്റെ പുറത്ത് ചെന്നൈയില് ഏതോ ഒരുത്തന്റെ ലോഡ്ജില് ഉദ്ദേശിച്ചത്. ഇന്ന് മറ്റേ കെന്നാഷോ ഒറ്റയ്ക്ക് വരാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച്. ഞങ്ങൾ ഭയങ്കര സർപ്രൈസസ് ഒക്കെ ആയിരുന്നു. ചെന്നൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരാനിരുന്ന കെന്ന ഷോ എന്ന് വെച്ചാ കെന്നയുടെ ഷോ. കെന്നൽ ഷോയ്ക്ക് ടിക്കറ്റ് കെന്നൽ ഷോ ഇല്ല, പട്ടി അല്ല ഡോഗ് ഷോ. അയ്യോ അത് കെന്നൽ ഷോ. കെന്നൽ ഷോ ഇത് കെന്ന എന്റെ പട്ടി ഷോ. കെന്നൽ അല്ല കെന്നാഷോ. സോറി പെട്ടെന്ന് മനസ്സിലായില്ല. കെന്നൽ ഷോ എന്നൊക്കെ മനസ്സിലായി. അല്ല സർപ്രൈസുകളൊക്കെ ചെന്നൈന്ന് പറഞ്ഞ് വരാനിരുന്നായിരുന്നു. ആണോ? ആണ്. പോയി ചെന്നൈ നാരാ വരാനുള്ള ചെന്നൈ പാസ്സുള്ള ആരെങ്കിലും ആണോ? ചേട്ടനാണോ? ആലോചിക്കണ്ട. ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചപ്പോഴത്തേനും പറയാ നമുക്ക് സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ ആഘോഷിക്കാന്ന്. ഞങ്ങൾക്ക് വന്ന സങ്കടം ഒന്ന് മനസ്സിലാക്കണം. ആരാ വരാനിരുന്ന ആളാരെന്നൊന്നും പറയൂ. ഒരു ഫ്രണ്ടാ. അങ്ങനെയാണെങ്കിൽ പണ്ട് 1.5 വർഷം താമസിപ്പിച്ച് ക്രഷ് ഉണ്ടായിരുന്നു ആരോടെങ്കിലും? നവ്യ നായർ. അതല്ല ചെന്നൈന്ന് വരണം, ഇവിടെ തൃപ്പൂണിത്തുറന്ന് വന്നു. അതെ, ക്രഷ് ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. അതാ ഞാൻ ഇതിലെ ആരെ വിളിച്ചോണ്ട് വരും? അവളെ എനിക്ക് ഓർമ്മ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തായാലും അത് വിട്ടേരെ. അതെന്തായാലും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അപ്പൂസേട്ടനോടൊന്നും ചോദിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ആരെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ചേട്ടന് ക്രഷുള്ള കുട്ടിയല്ലെന്ന് ചിലപ്പോ ഞാൻ ആലോചിച്ച് വരുമ്പോ ചിലപ്പോ ക്രഷ് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴൊക്കെ? അതെങ്ങനെയാണ് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണ്ടല്ലോ? ഞാൻ ലിസ്റ്റ് അറിയിച്ചിട്ട് വെറുതെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒന്നും പറയണില്ല. ഞാൻ അടി വേണോ? ആരാന്ന് പറയൂ. ഇല്ല, സർപ്രൈസ് ആണ്. ധ്യാൻ ചേട്ടൻ സിംഗിൾ ഷോ തരുമ്പത്തേന് ഇനി അത് വീണ്ടും ഞാൻ ഇറക്കുന്നതായിരിക്കും. സിംഗിൾ ഷോയില് കൊറേ ഗേൾസിനെ കൊണ്ടുവരും. ഇല്ല ഇത് സത്യ. ഞെട്ടിക്കാനല്ലോ. ധ്യാൻ ചേട്ടൻ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് സർപ്രൈസിങ് ആക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര പാടാണ് സർപ്രൈസ് ആക്കാനായിട്ട്. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആണ് ഇന്ന്. ഹിറ്റ് അടിച്ചല്ലോ. ഞങ്ങൾക്ക് ചെലവുണ്ടോ ഹിറ്റ് അടിച്ചതിന്? ഉണ്ട്. ശോഭ ചേച്ചി വലിയൊരു പാർട്ടി വെക്കുന്നുണ്ട്. ധ്യാൻ ചേട്ടന്റെ സൈഡ് ചെയ്ത് എന്റെ സൈഡിൽ നിന്നോ? ഇന്നലെ എന്റെ അടുത്ത് ആരോ ചോദിച്ചു, ചേട്ടൻ കോക്ടെയിൽ പാർട്ടി പറഞ്ഞിട്ട് അവിടെ ബിരിയാണി തരാൻ പാലക്കാട് ജില്ലയിലാണല്ലോ. ഇവൻ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി തരാന്നുണ്ട്. പിന്നെ പൊടി പോലും കണ്ടു. ഞാൻ ധ്യാന്റെ ബിരിയാണി പറ്റി വരണ അഴിച്ചു തന്നോളൂ. അതിനടുത്ത് പടം തീർന്നു. അല്ല, ഇത് ഉറപ്പ് കോക്ടെയിൽ പാർട്ടി ഉണ്ടാവും. ബിരിയാണി പെൻഡിങ് കുറെ സ്ഥലത്തായി പറയുന്നു. മുട്ടയും വേണം. മുട്ട ഇഷ്ടമല്ലാത്തവരുണ്ടാവുള്ളൂ. എനിക്കൊന്നും മുട്ട ഇഷ്ടമല്ല. കൂടുതൽ മുട്ട കഴിച്ചാൽ വയലന്റ് ആവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞതാ.
ഡോക്ടർ പറഞ്ഞു എന്നോട്, ഡോക്ടറല്ലേ മുട്ട കഴിച്ച വയലന്റ് ആവുന്നു. അല്ല, ലഹരി മാത്രമല്ല, കൂടുതൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വയലന്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തൊക്കെയാ പറയണത്? നിങ്ങളല്ലേ നേരത്തെ അവിടുന്ന് പറഞ്ഞത്? ഞാനാണോ എന്തൊക്കെയാ പറഞ്ഞത്? ഞാന് അടി കിട്ടുമെന്ന് കണ്ണും കൊണ്ട് ആക്ഷൻ. എന്റെ ഫിലിം കരിയർ, എന്റെ കുടുംബം, ഞാൻ എന്റെ മക്കൾ. പറഞ്ഞു വെച്ചാല് രാജീവ് പിള്ള നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അവൻ ഞാൻ പറഞ്ഞ കാപ്സും കൂടെ കൂടെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോൾ അതിനോടനുബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഒരു കാര്യമില്ല, അത് വെറുതെ മനുഷ്യനെ അനാഥനാക്കരുത്. മനസ്സിലായോ? ഒരു വെള്ള കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുക. ഈ പോഷൻ കട്ട് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യുക. ഇതും കൂടി ഇടും, ഇതും കൂടിയിട്ട് അനാഥരാക്കാതിരിക്കുക. എന്റെ വീട് തൃപ്പൂണിത്തുറ, എന്റെ വീട് എടപ്പള്ളി. അപ്പൊ ചെയ്യുമ്പോ ഞാൻ തലശ്ശേരിക്കാരെന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ആദ്യം തൃപ്പൂണിത്തുറയ്ക്ക് പോവാ, ട്രാഫിക് കുറവാ. എടപ്പള്ളി ട്രാഫിക് കൂടുതലാ. കൂടുതൽ പറഞ്ഞ അടി മരുന്ന് വാങ്ങിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്നാ ബാക്കി ഇനി സ്പെയിനിൽ കാണാൻ. അല്ല, ധ്യാൻ ചേട്ടനെ പറ്റി വേണ്ടത്ര പരിചയമില്ലെന്ന്. ധ്യാൻ ചേട്ടന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല, കാരണം ഭയങ്കര നിഷ്കളങ്കമായ മനസ്സാണ് അല്ലെ. എന്റെ ദൈവാധീനം കൊണ്ട് വലിയൊരു തമാശ ഞങ്ങൾ കൂടി പറഞ്ഞ് തിരിച്ച് നല്ല കാലം കൊണ്ട് ഒരു ഇത്രയും കാലം ഒരു ഓർമ്മയില്ല. സിജുവിന് എനിക്കും അറിയാതെ, അവൻ മറന്നുപോയി. ജീവിതത്തിൽ ഒരു രഹസ്യങ്ങൾ എൻ്റെ അടുത്ത് പറയരുത്. ജീവിതത്തിൽ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്നെ അറിയുമോ ഒരു രഹസ്യം. ഇപ്പൊ ഇന്ന് കിട്ടി എനിക്ക്, ഇന്നത്തെ കാലത്ത് എനിക്കുള്ള കിട്ടി. ഒരു രഹസ്യം കണ്ടന്റ് വേണ്ടേ? ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇന്റർവ്യൂ വന്നിരുന്നിട്ട് റോഹിതന്റെ കിളികളെല്ലാം ഇവിടെ അടിച്ചടിച്ചെന്റെ കാല് വേനെടുക്കുന്നു. ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലേ, പേടിക്കാതിരിക്കൂ. അതെ, ഹാർട്ട് അറ്റാക്ക് വന്ന ശേഷം ഡോക്ടറെ കൊണ്ടുപോയി അമൗണ്ട് പോയി. ഡോക്ടർമാർക്ക് മരണമില്ല. അയ്യമ്മയുടെ പുതിയ കുറിപ്പ. എല്ലാ ഡോക്ടർമാരും 300 വർഷമല്ലോ ജീവിക്കണം. സിജുചേട്ടൻ ഈ മൂവിയില് നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. ഫൈറ്റ് സീൻസ് ഒക്കെ അതിഗംഭീരാട്ടോ. നേരത്തെ പറഞ്ഞ ആ ഫൈറ്റ് സീൻ ധ്യാൻ ചേട്ടൻ ചെയ്യുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചേന്നാ. അല്ല, നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സിജുചേട്ടൻ ചെയ്തപ്പോ നമ്മൾ ആ സ്റ്റോറിയിൽ ധ്യാൻ ചേട്ടൻ ഒരു ട്വിസ്റ്റ് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചു, അത് സത്യമാണ്. പക്ഷെ സിജുചേട്ടൻ ചെയ്തപ്പോ നല്ല അടിപൊളിയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു, എന്താ പറയാ, ഒരു ഫിലിമിലെ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ് ഈ ശംഭു എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ. അപ്പൊ അതിന്റെ സക്സസിന്റെ ഭാഗമായി എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം ശംഭു പോലീസ് ഓഫീസറിനെ പറ്റി? നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. പടം മൊത്തത്തിലും എല്ലാം നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. ഫൈറ്റിനെ പറ്റി എടുത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഫൈറ്റ് ഒരു കിക്കില് തീരുന്ന പരിപാടിയായിരുന്നു. അത് ഇവനാണ് ഈ പറഞ്ഞ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ കമേഴ്ഷ്യൽ ഇതിലേക്ക് ഇത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. താങ്ക്സ് ടു ധ്യാൻ. ഞാൻ വെച്ച് അങ്ങനെ അടിച്ച് കീഴ്പ്പെടുത്താൻ പാടില്ലല്ലോ. അന്ന് 2 ദിവസം ആക്ച്വലി ഇവരൊരു 1 ദിവസത്തിലും 2 ദിവസത്തിലും തീർക്കണം എന്ന് വെച്ചാ ഒരു ദിവസമായിട്ട് വെച്ചിരുന്നത് എന്തോന്നല്ലേ, ഒരു ദിവസം. അപ്പൊ എനിക്ക് എവിടെ പോയിട്ട് വരണം, എന്തോ സംഭവം വരണം. അപ്പൊ ഞാൻ വെച്ചു അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കീഴ്പ്പെടുത്തിയത് ശരിയല്ലല്ലോ. ഒരു അടി ഒന്ന് ഒരു 2 ഇത് വേണല്ലോ, തിരിച്ചടി വേണല്ലോ. ഇത് തിരിച്ചടിയില്ല. അപ്പൊ ഞാനൊന്ന് അതാണ് ആ കണ്ട ഒരു കുത്തലും പരിപാടിയും കാര്യങ്ങളൊക്കെ തിരിച്ചടി. അപ്പൊ എനിക്ക് 1 ദിവസം കൂടെ എക്സ്ട്രാ കിട്ടി ലീവ്. പക്ഷെ അവിടെ ഷൈൻ ചെയ്യാനും പറ്റി ചേട്ടൻ അല്ലേ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ നിക്കുമ്പോഴത്തേന് ആ ഒരു ഫൈറ്റിൽ വരിക. അത് നമ്മൾ 2 ദിവസമല്ലേ ഷൂട്ട് ചെയ്ത്? 2 ദിവസം. ആ 2 ദിവസം സാധാരണ അത് ആക്ച്വലി അങ്ങനത്തെ ഫൈറ്റ് ഒക്കെ ഇവിടെ മലയാള സിനിമയിൽ ഒരു 3-4 ദിവസമൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു. പ്രത്യേകിച്ച് നൈറ്റ് ആകുമ്പോൾ സമയം എടുക്കും. പക്ഷെ അത് 2 ദിവസത്തില് ആക്ച്വലി വെൽ ഷോർട്ട് അല്ലെങ്കിൽ വെരി ഫാസ്റ്റ്. യൂഷ്വലി മലയാള സിനിമയുടെ ഒരു വോക്ക് അനുസരിച്ച് നൈറ്റിലുള്ള ഫൈറ്റ് ഭയങ്കര സമയം എടുക്കുന്ന. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ അത് ഇദ്ദേഹം ട്രെയിൻഡ് ആയതുകൊണ്ടും ഇദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഫൈറ്റ് ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്ത് ആരാണ്? സുഹൃത്ത് അടുത്തടി വാങ്ങിക്കണ്ടെന്ന നിവിൻ പോലെയാണോ? നിവിൻ ചേട്ടനല്ലേ?
അതെ, അവന് എന്തൊരു യോഗ ഉണ്ട്, ഇന്റർനാഷണൽ കൊട്ടേഷൻ കിട്ടണമെന്ന് കുട്ടികൾ. അവന് യോഗ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് മാറ്റാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ള കുറെ എളുപ്പം ഒരു ചവിട്ടൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാറി ഇങ്ങനെ 2 മിനിറ്റ് നിവിൻചേട്ടനെ ഞാൻ കണ്ട സമയത്ത് അന്ന് ഞാൻ ലവ് ആക്ഷൻ ചെയ്ത സമയത്ത് നിവിൻചേട്ടൻ ഫിറ്റാണ്, പക്ഷെ ഫിറ്റല്ല. ഫിറ്റാണ്, ഫിറ്റിന് വെള്ളം 30 അടിച്ചോണ്ടിരിക്കുകയാണ്. അല്ലല്ല, ശരീരം നോക്കുമ്പോ ഫിറ്റാണ്, പക്ഷെ ആന്തരികമായിട്ടാണെന്ന് തോന്നുന്നത് ഫിറ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചേരം ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊന്നിരിക്കും. പിന്നെ ഒരു പോക്കൊക്കെ പോയി തിരിച്ചു വന്നിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പൊ അത് നമുക്ക് സമയമെടുക്കും സ്വാഭാവികമായിട്ട്. അപ്പൊ ഫൈറ്റ് അത്ര എളുപ്പമല്ല. അതിനനുസരിച്ചിട്ടുള്ള ഫിറ്റ്നസും എനർജി ലെവലൊക്കെ ബോഡി പെട്ടെന്ന് പിന്നെ ഇതിലെല്ലാരും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്കും പണി എടുത്തിട്ടുണ്ടെന്ന് ആ ഫിലിം കാണുമ്പോ തന്നെ മനസ്സിലാവും. ശാരീരികമായി പണിയുണ്ടോ എടുക്കേണ്ടി വന്നു. അല്ല, നൈറ്റ് ഷൂട്ട്സും കുറെ ഉണ്ട്. നിങ്ങളുടെ കുറച്ചധികം സീക്വൻസ് നൈറ്റ് ഷൂട്ട്സ് ഉണ്ട്. ഒരുപാട് നൈറ്റ് ഷൂട്ട് കണ്ടിട്ടാണല്ലോ ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞ മലയാള സിനിമ അല്ല, പക്ഷെ ആ ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ ധ്യാൻ ചേട്ടന് ഒരു ഫിലിം ഓഫർ കൊടുത്തില്ലേ അമീനെ അടുത്ത ആ ഒരു ഇതെനിക്ക് ഇഷ്ടായി. ഫസ്റ്റ് പടത്തിൽ വന്നിട്ട് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ഒരു പടം നിനക്ക് ഈ പൊതുവെ ശ്രീനിവാസൻ ചേട്ടനും ആന്റിയൊക്കെ സാറും ഈ ഫിലിം കാണാൻ വരാത്തത് ഈ മീഡിയക്കാരെ പേടിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പൊ ഡിറ്റക്റ്റീവ് ജലം കാണാൻ പോയോ? നാളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. ആണോ? നാളെ കാണും. ഒരുമിച്ചാണോ കാണാൻ പോകുന്നത്? ഇല്ല, ഞാൻ ഇന്ന് വൈകിട്ട് ദുബായ് പോവാം. ആ സത്യാണോ? ധ്യാൻ ചേട്ടൻ ഇന്ന് വൈകിട്ട് ദുബായ് പോകുന്നുണ്ടോ? ഡോക്ടറോട് അല്ല, ഡോക്ടർ ഇപ്പൊ സത്യം പറയാൻ വേണ്ടി അതല്ല, ഡോക്ടർ ഇപ്പൊ സത്യം പറയാൻ വേണ്ടി മുട്ടി നിൽക്കുമായിരിക്കുമല്ലോ. അപ്പൊ അത് കറക്റ്റ് ആണോ അല്ലയോ? ആവശ്യമുള്ള ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് സത്യം പറഞ്ഞത് ഞാൻ ഇപ്പൊ ചോദിച്ചോളൂ, നമുക്ക് ദുബായ് പോയാലോ പ്രൊമോഷന് വേണ്ടിട്ട് ചോദിച്ചോളൂ. ഈ ഡിറ്റക്റ്റീവ് ജില്ലന്റെ തന്നെ പോകുന്നുണ്ടോ നിങ്ങൾ? എന്നിട്ട് ഞാൻ പോണ്ട്, അദ്ദേഹം വരുവാണെങ്കിൽ. ഓ, ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോണേ? അല്ല, ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോന്ന കൂടെ. ഇപ്പൊ ദുബായിലും അബുദാബിയിലൊക്കെ അത്യാവശ്യം എന്റെ സുഹൃത്തുക്കളും കസിൻസ് ഒക്കെ കണ്ടപ്പോ ഫുൾ ഹൗസ് നല്ല ആളുണ്ട്. അപ്പൊ അവിടെ കൂടെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. എനിക്കൊന്ന് ദുബായ് അബുദാബി ഇപ്പൊ മലയാള സിനിമയുടെ ഒരു മാർക്കറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അല്ലല്ല, അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ എന്നെ പോലും തിരിച്ചറിയുന്നുണ്ട്. ഏത് ദുബായില് മാർക്കറ്റില്ല? ദുബായ് മാർക്കറ്റിലല്ല. കാര്യമുണ്ട്. ദുബായ് മാർക്കറ്റ് അല്ല. നമ്മുടെ ഇവിടെയുള്ള അങ്കിൾമാർക്കൊന്നും നമ്മുടെ പേരോ നമ്മളെ അറിയത്തൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനെ വിചാരിക്കത്തില്ലല്ലോ. നീ പിന്നെ സ്വന്തം പേരിട്ടിട്ട് ഷോ നടത്തിയിട്ട് എന്റെ പേര് ആർക്കും അറിയില്ല. ഷോന്റെ പേര് കെന്ന ഷോ. അങ്ങനെയല്ല, ഞാൻ തന്നെ ചോദിച്ചു മേടിക്കല്ലോ പോലെ ഉണ്ട്. അല്ല, അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള അങ്കിൾമാരൊക്കെ. ഇത് പറയാനാണോ ഇത് പറഞ്ഞെന്ന് എനിക്ക് സംശയമുണ്ട്. ദുബായ് ഒരുപാട് വളർന്നു, എന്നെ വരെ തിരിച്ചറിയുന്ന ആൾക്കാർ. അയ്യോ ദൈവ സത്യം, ദുബായിയുടെ വളർച്ചയാണോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അയ്യോ ദൈവം സത്യം, ഞാൻ ഓർത്തില്ല. ഇപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാ. അപ്പൊ നമ്മുടെ പേര് വരെ ഇതല്ലേന്നൊക്കെ നമുക്കൊരു സന്തോഷമില്ലേ? ഞാൻ പിന്നെ എല്ലാവർക്കും അറിയാതിരിക്കാം. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ഇങ്ങനെ ഓരോ പേര് തിരിച്ചറിയാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷല്ലേ? അത് എന്റെ ഏതോ ഒരു പടം ഇപ്പൊ അറബിയിൽ വരെ ഡബ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. അറബികള് വരെ പച്ചത്തെറിയ അവിടെ ഒരു പടം. പെട്ടി കൊടുത്തതാ, പെട്ടി പോകണ്ട, ഇവിടെ നിന്നോളാന്. ലാസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂ ടൈം വൈൻഡപ്പ് ചെയ്യാറായി. ലാസ്റ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ നല്ല നല്ല ധ്യാനെ കണ്ട് ഒരുപാട് പേര് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ കമന്റ്സ്? ഒരുപാട് കമന്റ്സ് യൂട്യൂബിൽ നിന്ന് വന്ന കമന്റ്സ് ആണ് ഞാൻ ഈ വായിക്കുന്നത്. അവനൊക്കെ എഴുന്നേറ്റ് പോയി ശബരിയൊക്കെ പഠിക്കാൻ പോവാണോ? അല്ല, ഡിറ്റക്റ്റീവ് ജലന്റെ വീഡിയോസും ഇന്റർവ്യൂസും കണ്ടിട്ട് അതിൽ നിന്ന് വന്ന സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ് ഞാൻ വായിക്കുന്നത്. ധ്യാനിനെ കണ്ട് ഒരുപാട് പേര് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പുള്ളി പറയുകയും ഉണ്ടായ നെഗറ്റീവ്സും ആ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അത് ഫോളോ ചെയ്യരുത്, ഫോളോ ചെയ്യൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ള ഭയങ്കര ധൈര്യമുള്ള ഒരാൾക്കല്ലേ പറയുന്നത്. പറയാൻ പറ്റും ഒരു ടൈമിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ആ ടൈമിൽ ഇന്ന ചെയ്തുകൊണ്ടാണ് ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. അപ്പൊ ഡോണ്ട് ഫോളോ ദാറ്റ് എന്ന് ധൈര്യമുണ്ട്. ആരും
എല്ലാരും പോസിറ്റീവുള്ള കാര്യങ്ങൾ പറയും, പക്ഷെ നെഗറ്റീവ് നമുക്ക് ഉണ്ടായ ഒരു സംഭവം പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപാരമായ ചങ്കൂറ്റം വേണം. പിന്നെ നമ്മൾ പുറത്ത് പറയാൻ എല്ലാവർക്കും പേടിയാ. എപ്പോഴും നമ്മൾ ആ കാര്യം ഗാർഡ് ചെയ്യുമല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ധ്യാന്റെ ക്വാളിറ്റി തന്നെയാണ്. പഠിക്കേണ്ടിയിരിക്കുന്നു. കൊണ്ടും കൊടുത്തും വളർത്തിയതിന്റെ ഗുണം ധ്യാൻ ശ്രീനിവാസൻ. ഓരോരുത്തർ ഇടുന്ന കമന്റ് ആണ് കൊണ്ടും കൊടുത്തും വളർത്തിയതിന്റെ ഗുണം. വളർത്താൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. വളർത്താനുള്ള ഒരു സമയം കിട്ടിയില്ല ശ്രീനേട്ടന്, കൊടുക്കാനും പറ്റിയില്ല, കൊണ്ടു അദ്ദേഹത്തിന്, അതാണ് സത്യം. കൊണ്ടു, അങ്ങനെയാണ് പുള്ളി അങ്ങോട്ട് എന്നാ കുട്ടി അങ്ങോട്ട് ഉണ്ണി അറിയിക്കുള്ളൂ. വളർച്ചയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആളാ ഞാൻ. അതെ, ഒന്നാമത്തെ കാര്യം ഞാന് ധ്യാനം അല്ലെങ്കിൽ ഞാൻ വേറൊരു നടൻ, ഞാൻ പേര് പറയാൻ പറ്റില്ല. അപ്പോ ശ്രീനേട്ടനൊക്കെ 80s എഴുതി തീർത്ത തിരക്കഥകളെ നമ്മൾ ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത് ഇത് ശ്രീനേട്ടനായിരുന്നല്ലേ എന്ന് വെച്ചാല്. ഫോർ എക്സാമ്പിൾ വരവേൽപ്പ്, എനിക്ക് തോന്നുന്നു സന്മനസ്സൻ ലോക സമാധാനം, ഗാന്ധിയ സെക്കൻഡ് സ്ട്രീറ്റ്, തലയാണ മന്ത്രം. ഞാൻ പറഞ്ഞൊരു ഈവൻ എനിക്ക് തോന്നുന്നു ലാൽ സാറിന് ആൾക്കാർക്ക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീനേട്ടന്റെ തിരക്കഥകളാണ്. കാരണം ആ കോമ്പിനേഷൻ ബേസിക്കലി ഇപ്പൊ നമ്മൾ അപ്പുറത്ത് വിൻസെന്റ് തോമസ് ചെയ്താലും അല്ലെങ്കിൽ സാഗർ ചാക്കി ചെയ്താലും നമുക്ക് തൊട്ടപ്പുറത്തുള്ള ആളായിട്ട് നമുക്ക് വിജയനായിട്ട് നമുക്ക് തോന്നാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നുണ്ട് ശ്രീനേട്ടന്റെ എഴുത്താണ്. പിന്നെ ശ്രീനേട്ടന്റെ ഏറ്റവും വലിയ വേറെ ക്വാളിറ്റി എന്ന് വെച്ചാല് ശ്രീനേട്ടന്റെ തിരക്കഥകൾക്ക് ശ്രീനേട്ടനായിരിക്കും ഏറ്റവും ട്രോള് വാങ്ങുന്ന കഥാപാത്രം. എന്റെ ചാട്ടം എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ. അത് എനിക്ക് അതിനിടയിൽ ഇങ്ങനെ ഒരാളെയും കൂടി വളർത്തിയെടുക്കാന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും തിരക്കഥകളും അത്രയും അഭിനയിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പറ്റില്ല. കാരണം വെച്ചാല് ഒരു എന്താ പറയാ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ ബേസിക്കലി പുള്ളിക്ക് പറഞ്ഞാൽ തന്നെ വെൽ റെഡ് ആണ്. ഞാൻ തോന്നുന്നു ഇനി പുള്ളി മടി പിടിക്കാതെ കുറച്ച് പടങ്ങൾ സംവിധാനം എഴുതാനൊക്കെ പുള്ളി തുടങ്ങണം. ഭയങ്കര ഈ അഭിനയിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ട്, അത് വിട്ട് കുറച്ച് പുള്ളി മാറ്റി പിടിക്കണം. അല്ല, ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ഡയറക്ട് ചെയ്യാൻ പോവാന്ന് ധ്യാൻ ചേട്ടൻ പറഞ്ഞല്ലോ. ആ സൂപ്പർ സ്റ്റാർ ഈ പടം കണ്ടിട്ട് വിളിച്ചോ? ഞാൻ ചോദിക്കണം എന്ന് ഓർത്ത. ബ്ലോക്ക് മാറ്റിയില്ല? ഇല്ല, അതുകൊണ്ടല്ല ഞങ്ങള് സംസാരിക്കുന്ന ഈ പടം പുള്ളി കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ആളുകളോട് പെരുമാറുന്ന കാര്യത്തിൽ അപ്പനും മക്കളും വേറെ ലെവലാണ്. ഇതിപ്പോ എന്നെ പറ്റിയുള്ളത് മാത്രമായി, പിന്നെ നീ മറ്റേ ഷോന് വേണ്ടി എഴുതി വെച്ചതല്ലേ? അല്ല അല്ല, ഇത് അതിനു വേണ്ടിയല്ല. സിജു ചേട്ടൻ പറ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചേച്ചേട്ടൻ ആദ്യത്തെ പടം വിനീതേട്ടന്റെ ലാസ്റ്റ് പടം എന്റെ കൂടെ ലാസ്റ്റ് ഇറങ്ങിയാണ്. ആദ്യം വിനീതിന്റെ സ്കൂളിലാണ് ഈ പറയുന്ന പോലെ സിജു, ദീപറമ്പോള്, നിവിൻ, അജു അല്ലേ, ശ്രീറാം, എല്ലാരും ഭഗത്, എല്ലാരും ആ ക്ലാസ്സിൽ നിന്നായിരുന്നു. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി തന്നെയാണ് എല്ലാരും ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ പുതിയ ആൾക്കാരാണല്ലോ, എല്ലാവരുടെ അടുത്തും ഒരേപോലെ തന്നെയാണ്. ഇപ്പം ധ്യാൻ ചേട്ടൻ പറഞ്ഞോണ്ട് ഇവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുന്നത്. പക്ഷെ എനിക്ക് പറയണമെന്ന് ഞാൻ എഴുതി വെച്ച ഒരു കമന്റ് ഉണ്ട്, ഒരു ചേച്ചി ഇട്ടേക്കണ കമന്റ് ആട്ടോ. ധ്യാൻ ഒരു ഇന്നർ സ്ട്രോങ് പേഴ്സൺ ആണ്, പെട്ടെന്നൊന്നും കുലുങ്ങില്ല, അല്ലാതെ ഇങ്ങനെ കൂളാകാൻ ഒരാൾക്കും പറ്റില്ല. അത് സത്യമാണോ? ഭയങ്കര ഇന്നർ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണോ ധ്യാൻ ചേട്ടൻ? 100%. അപ്പൊ ആ കുട്ടിയുടെ അനലൈസേഷൻ കറക്റ്റ് ആണ്. ആ കുട്ടിയുടെ അഡ്രസ് എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാ. തീയും പൊരിയും ഉണ്ടാക്കും മാത്രമേ ഉള്ളൂ. നമ്മള് വെറൈറ്റി സാധനങ്ങളൊക്കെ അടിച്ചിറക്കണം. അല്ല, മറ്റേ ഒരു മീഡിയക്ക് വേണ്ടി ഭയങ്കര കാര്യമായിട്ട് ധ്യാൻ ചേട്ടൻ സംസാരിച്ചല്ലോ, ഈ ടെക്നിക്കൽ വശം, ഡയറക്ടർ സ്കില്ലൊക്കെ. അതിന്റെ താഴെ മൊത്തം ധ്യാൻ നല്ല അറിവും വിവരവും പക്വതയുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ എന്തോരം മൂന്നാമത്തെ സാധനം പറഞ്ഞില്ല, പക്വത. അത്ര അങ്ങോട്ടാവണ്ട, മറ്റേ അറിവൊക്കെ അറിവൊക്കെ